ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞതിനോട് തുടർന്നാണല്ലോ ഇതുണ്ടായത്. പക്ഷേ ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞത് ഒരു കാരണമാവുക മാത്രമാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒറ്റയടിക്ക് ഇത് നമ്മുടെ നാട്ടിലെ യുവാക്കൾക്കുള്ളിൽ ഉണ്ടായിരുന്ന രോഷത്തെയും ഈ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ അവർക്കുള്ള നിലപാടിനെയും വളരെ പെട്ടെന്ന് ഒന്നിക്കാൻ അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയും തൊട്ട് പിന്നാലെ ഇങ്ങനൊരു സംഗതി ഉണ്ടായത്. എപ്പോഴും നമ്മുടെ നാട്ടിൽ ലോകത്തെല്ലായിടത്തും ചില സംഭവങ്ങൾ അങ്ങനെ യാദൃച്ഛികമായിട്ടാണ് ഉണ്ടാവുക. അങ്ങേറ്റം വളരെ യാദൃച്ഛികമായിട്ട് ഒട്ടും പ്ലാൻ ചെയ്യാതെ ഒരൊറ്റ വരവങ്ങ് വന്നു ആ വമ്പനൊരു സംഭവമായിട്ട് അത് മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അത് അതിൻ്റേതായിട്ടുള്ള സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ വരുന്നു എക്സിൽ ഉടനടി തന്നെ അവരുടെ പേജ് ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ആളുകൾ ഭയപ്പെടുന്നു, അതും അധികാരത്തിലുള്ള ആളുകൾ ഭയപ്പെടുന്നു എന്ന കാര്യം എസ്റ്റാബ്ലിഷ്ഡായി, യാതൊരു സംശയമില്ല. പിന്നീട് വന്ന എന്താണ്, പിന്നീട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ BJP പ്രത്യേകിച്ചും BJPക്കാരായിട്ടുള്ള ആളുകൾ മുഴുവൻ പ്രചരിപ്പിക്കുന്നൊരു കാര്യം ഇതിൻ്റെ ഫോളോവേഴ്സിൽ 49% പേരും പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരാണെന്നാണ്. 49% പേരും പാകിസ്ഥാനിൽ നിന്നാണ്. എന്നിട്ട് അങ്ങനെ രാജ്യം വെച്ചിട്ട് ഒരു ചാർട്ട് പുറപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് അവർ പറയുന്നത്, BJPക്കാർ പറയുന്നത് 9% ആളുകൾ മാത്രം, ഈ ഇവരുടെ ഫോളോവേഴ്സിൽ 9% മാത്രമാണ് ഇന്ത്യയിലുള്ള ആൾക്കാർ, ബാക്കി മുഴുവൻ 49% പാകിസ്ഥാനിലും ബാക്കി പല രാജ്യങ്ങളിലായിട്ടാണെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്ന കാർഡ്. അതായത് ബ്ലൂ ടിക്കുള്ള എക്സിലെ ട്വിറ്ററിലെ അക്കൗണ്ടുകൾ ഇങ്ങനെ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ അത് ഫാക്ട് ചെക്ക് നടത്തിയ പിന്നെ NDTV മറ്റോ ആരോ ഒരാൾ പറഞ്ഞതായിട്ട് കണ്ടതെന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് ഫോളോവേഴ്സ് ഉള്ളത് എന്ന് പുറത്തുനിന്നുള്ളതൊക്കെ കണ്ടെത്താൻ പറ്റില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ആരാണ് വരുന്നതെന്ന് എനിക്ക് അതും അവിടെ നിന്ന് പറ്റില്ല. അത് പേ ചെയ്തിട്ടുള്ള മറ്റ് തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഒക്കെ വെച്ചിട്ട് മാത്രമേ അത് കണ്ടെത്താൻ പറ്റൂ. അപ്പോൾ അങ്ങനെ കണ്ടെത്താൻ പറ്റുന്ന സാഹചര്യത്തിൽ ഇതൊരു ഗ്യാസ് അടിയാണെന്നുള്ള കാര്യത്തിൽ, ഇതിനെ പൊളിക്കാനുള്ള ശ്രമമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ പാകിസ്ഥാൻ വന്നു, ഇനിയിപ്പോൾ ജോർജ് സോറോസ് വരാനുണ്ട്, അതുകൂടെ ഇപ്പോൾ തൊട്ട് പിന്നാലെ വരുന്നതാണ് കഴിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളിത് പറയുമ്പോൾ ജോർജ് സോറോസ് വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആളുകൾ ഭയപ്പെട്ടു. അപ്പം പാകിസ്ഥാനും ജോർജ് സോറോസൊക്കെ എന്തിനാ വരുന്നത്, അപ്പോൾ ആളുകൾ പേടിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. എക്സിൽ നിന്ന് ഇത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ വീണ്ടും തിരിച്ചു വന്നു. എന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ അഭിജിത്ത് ദീപ്കെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നാട്ടിൽ വന്നാൽ ഉടനെ തിഹാർ ജയിലിലേക്കാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല എന്നൊരു ഇൻ്റർവ്യൂ കൊടുത്തായിട്ട് ഇപ്പോൾ കണ്ടു. അതായത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഇപ്പോൾ ഉമർ ഖാലിദ് ഒരു കാലത്തെ യൗവനം ഈ പറയുന്ന BJP രാഷ്ട്രീയത്തിനെതിരെ നിന്ന ആളുകൾ ഏത് വിധത്തിലാണ് ട്രീറ്റ് ചെയ്യപ്പെട്ടത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ചെറുപ്പക്കാർ. അപ്പോൾ യുവാക്കളുടെ ഇങ്ങനൊരു വരവുണ്ട്, അവരുടെ ഉള്ളിൽ ഈ രോഷം അപ്പാടെ തിളക്കുന്നുണ്ട്. കുറേ ആളുകൾ ഓളം കണ്ടുകൂടിയതായിരിക്കാം, പക്ഷേ എങ്കിലും ഇതിന് വളരെ കൃത്യമായിട്ടുള്ള, ഇപ്പോൾ ഡെമോക്രാറ്റിക് സെക്യുലർ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ അവർ വരുന്നത്. അപ്പോൾ അതിനകത്ത് കൃത്യം രാഷ്ട്രീയ പോയിന്റുകളാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനകത്ത് യാതൊരു അത്ഭുതവുമില്ല.